എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ പ്രശസ്തമായ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ദിവസമാണ് ജൂലൈ 5. ആ ദിനം നമ്മൾ ബഷീർ ദിനമായി ആചരിക്കുന്നു. അന്ന് നടക്കുന്ന ക്വിസ് മത്സരത്തിലേക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം? വൈക്കത്തുള്ള തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം എന്നത് വൈക്കത്തുള്ള തലയോലപ്പറമ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബഷീറിൻ്റെ ജനനവർഷം 1908. 3. ബഷീറിൻ്റെ ജന്മദിനം ജനുവരി 21. 4. ബഷീർ അന്തരിച്ച വർഷം 1994. ക്വസ്റ്റ്യൻ നമ്പർ 5. ബഷീർ അന്തരിച്ച തീയതി ജൂലൈ 5. ക്വസ്റ്റ്യൻ 6. ബഷീർ അറിയപ്പെടുന്ന അപരനാമം ബേപ്പൂർ സുൽത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. ബാല്യകാല സഖിയുടെ രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 8. പാത്തുമ്മയുടെ ആടിൻ്റെ രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 9. മതിലുകൾ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 10. പ്രേമലേഖനത്തിൻ്റെ രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 11. ശബ്ദങ്ങൾ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 12. വിശപ്പ രചിച്ചതും വൈക്കം മുഹമ്മദ് ബഷീറാണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം വൈക്കത്തുള്ള തലയോലപ്പറമ്പ്. ജനിച്ച വർഷം 1908 ജനുവരി 21. മരിച്ച വർഷം 1994 തീയതി ജൂലൈ 5. ബഷീർ അറിയപ്പെടുന്ന അപരനാമമാണ് ബേപ്പൂർ സുൽത്താൻ. അതുപോലെ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം, ശബ്ദങ്ങൾ, വിശപ്പ എന്നിവ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 13. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. 14. ജന്മദിനം എന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 15. ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരം? ആൻസർ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 16. ബഷീർ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ? ആൻസർ, ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17. മതിലുകൾ ഏത് അനുഭവത്തെ അടിസ്ഥാനമാക്കിയാണ്? ആൻസർ, ജയിൽ അനുഭവം. ക്വസ്റ്റ്യൻ നമ്പർ 18. ബഷീറിൻ്റെ കൃതികളിലെ പ്രധാന സവിശേഷത? ലളിതമായ ഭാഷയും നർമ്മവും. ക്വസ്റ്റ്യൻ നമ്പർ 19. ബഷീർ കൂടുതൽ കാലം താമസിച്ച സ്ഥലം? ബേപ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 20. ബഷീറിൻ്റെ കൃതികളിൽ ആവർത്തിച്ചു വരുന്ന വിഷയം? സ്നേഹവും മാനവികതയും. ക്വസ്റ്റ്യൻ നമ്പർ 21. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, ജന്മദിനം എന്ന കൃതികൾ രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. അതുപോലെ ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ബഷീർ അതുമൂലം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. മതിലുകൾ ജയിൽ അനുഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കൃതിയാണ്. അതുപോലെ ബഷീറിൻ്റെ കൃതികളിലെ പ്രധാന സവിശേഷത എന്നത് ലളിതമായ ഭാഷയും നർമ്മവുമാണ്. ബഷീർ കൂടുതൽ കാലം താമസിച്ച സ്ഥലം? ബേപ്പൂരും. ബഷീറിൻ്റെ കൃതികളിൽ ആവർത്തിച്ചു വരുന്ന വിഷയം? സ്നേഹവും മാനവികതയും ആണ്. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കൃതി രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഭൂമിയുടെ അവകാശികൾ രചിച്ചത്? ആൻസർ, വൈക്കം മുഹമ്മദ് ബഷീർ. 23. ആനവാരിയും പൊൻകുരിശും രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 24. ബഷീർ പ്രധാനമായും സാഹിത്യ വിഭാഗത്തിലാണ് പ്രശസ്തൻ? ആൻസർ, നോവലും ചെറുകഥയും. ക്വസ്റ്റ്യൻ നമ്പർ 25. ബഷീറിൻ്റെ രചനകളിൽ പ്രധാനമായി ഉപയോഗിച്ച ഭാഷ? ആൻസർ, സംസാര മലയാളം. ക്വസ്റ്റ്യൻ നമ്പർ 26. ബഷീറിൻ്റെ കൃതികളിൽ കുടുംബാംഗങ്ങൾ കഥാപാത്രങ്ങളാകുന്ന കൃതി? പാത്തുമ്മയുടെ ആട്. ക്വസ്റ്റ്യൻ നമ്പർ 27. ബാല്യകാല സഖിയിലെ നായകൻ? ആൻസർ, ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 28. ബാല്യകാല സഖിയിലെ നായിക? ആൻസർ, സുഹ്റ. ക്വസ്റ്റ്യൻ നമ്പർ 29. മതിലുകൾ സിനിമയാക്കിയത് ആര്? ആൻസർ, അടൂർ ഗോപാലകൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. ബഷീർ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? മലയാളം. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഭൂമിയുടെ അവകാശികൾ, ആനവാരിയും പൊൻകുരിശും എന്നിവ രണ്ടും രചിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ പ്രധാനമായും നോവലും ചെറുകഥയും എന്നൊരു സാഹിത്യ വിഭാഗത്തിലാണ് പ്രശസ്തൻ. ബഷീറിൻ്റെ രചനകളിൽ പ്രധാനമായും ഉപയോഗിച്ച ഭാഷ സംസാര മലയാളം. ബഷീറിൻ്റെ കൃതികളിൽ കുടുംബാംഗങ്ങൾ കഥാപാത്രങ്ങളാകുന്ന കൃതിയാണ് പാത്തുമ്മയുടെ ആട്.
ബാല്യകാലസഖിയിലെ നായകൻ മജീദും ബാല്യകാലസഖിയിലെ നായിക സുഹ്റയുമാണ്. മതിലുകൾ സിനിമയാക്കിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ബഷീർ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ആൻസർ മലയാളം. ക്വസ്റ്റ്യൻ നമ്പർ 31. ബഷീറിൻ്റെ പൂർണ്ണനാമം? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 32. ബഷീറിൻ്റെ സാഹിത്യത്തിൻ്റെ മുഖമുദ്ര? ആൻസർ മാനവികത. ക്വസ്റ്റ്യൻ നമ്പർ 33. ബഷീർ ജീവിതത്തിൻ്റെ അവസാന കാലം ചെലവഴിച്ച സ്ഥലം? ആൻസർ ബേപ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 34. ബഷീറിൻ്റെ കൃതികളിൽ പ്രണയത്തിന് പ്രാധാന്യമുള്ള നോവൽ? ബാല്യകാലസഖി. ക്വസ്റ്റ്യൻ നമ്പർ 35. ബഷീർ രചിച്ച ജയിൽ പശ്ചാത്തല നോവലാണ് മതിലുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. ബഷീർ രചിച്ച ഹാസ്യ നോവൽ? ആൻസർ പാത്തുമ്മയുടെ ആട്. ക്വസ്റ്റ്യൻ നമ്പർ 37. ബഷീറിൻ്റെ രചനകളിൽ സാധാരണ കാണുന്ന ശൈലി? ആൻസർ നർമ്മം. ക്വസ്റ്റ്യൻ നമ്പർ 38. ബഷീറിൻ്റെ കൃതികളിൽ പ്രധാനമായി പ്രതിഫലിക്കുന്നത്? ആൻസർ സാധാരണ മനുഷ്യരുടെ ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 39. ബഷീറിൻ്റെ സാഹിത്യത്തിലെ പ്രധാന മൂല്യം? മനുഷ്യത്വം. ക്വസ്റ്റ്യൻ നമ്പർ 40. ബഷീർ തൊഴിൽ ചെയ്തിരുന്ന മേഖല? ആൻസർ എഴുത്തുകാരൻ. 41. ബഷീർ ഏത് നൂറ്റാണ്ടിലെ എഴുത്തുകാരനാണ്? ആൻസർ 20-ാം നൂറ്റാണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 42. ബഷീർ യാത്രകൾ നടത്തിയിരുന്നതായി അറിയപ്പെടുന്ന പ്രദേശം? ആൻസർ ഇന്ത്യയിലുടനീളം. ക്വസ്റ്റ്യൻ നമ്പർ 43. ബഷീറിൻ്റെ രചനകളിൽ ആത്മകഥാംശങ്ങൾ കാണാമോ? ആൻസർ കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 44. ബഷീറിൻ്റെ രചനകളുടെ പ്രധാന വായനക്കാരുടെ ആകർഷണം? ആൻസർ ലളിതത്വം. ക്വസ്റ്റ്യൻ നമ്പർ 45. ബഷീറിൻ്റെ സാഹിത്യ ശൈലി? ആൻസർ യാഥാർത്ഥ്യബോധമുള്ള ലളിത ശൈലി. ക്വസ്റ്റ്യൻ നമ്പർ 46. ബഷീറിൻ്റെ കൃതികളിൽ ഹാസ്യവും വികാരവും ഒരുമിക്കുന്നുണ്ടോ? ആൻസർ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 47. മലയാള സാഹിത്യത്തിലെ ജനപ്രിയ എഴുത്തുകാരിൽ ഒരാളാണ്? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. ക്വസ്റ്റ്യൻ നമ്പർ 48. ബഷീറിൻ്റെ കൃതികൾ നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടോ? ആൻസർ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 49. ബഷീറിൻ്റെ സാഹിത്യം പ്രധാനമായും പ്രതിഫലിപ്പിക്കുന്നത്? ആൻസർ ജീവിതാനുഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 50. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ. ഇതോടെ ബഷീറിനെ കുറിച്ചിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ഭാഗമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.